ഹായ് ഓൾ വെൽക്കം ബാക്ക്. വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമ എനിക്ക് അത്രത്തോളം വർക്കായില്ലെങ്കിലും എനിക്കതിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ കുറച്ചധികം പെർഫോമൻസസ് ആണ്. അതിൽ എടുത്തു പറയേണ്ടതാണ് ധ്യാൻ്റെയും നിവിൻ്റെയും പെർഫോമൻസ്. തുടക്കത്തെ ആ ഒരു റഷിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ സിനിമ കാണാൻ പോയത് തന്നെ നിവിൻ്റെ ആ ഒരു അവസാനത്തെ 20 മിനിറ്റ്സിൽ ആ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയായിരിക്കും. അത്രയും ഫണ്ണായിട്ടുള്ള എൻജോയബിൾ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ആ മൂവിയുടെ വേറൊരു ഭാഗത്തും ഉണ്ടായിരുന്നില്ല. സോ ആസ് എ മൂവി ലവർ ഞാനും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആ സിനിമയിലെ നിവിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. നിവിൻ പോളി എത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമറാണ് നമുക്ക് കാണിച്ചു തരാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓർമ്മപ്പെടുത്താനായിട്ട് ആ ഒരു 20 മിനിറ്റ്സ് ധാരാളമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കണ്ടു കഴിഞ്ഞ് എനിക്ക് ഫീൽ ചെയ്തത് നിവിൻ്റെ ആ ഒരു ക്യാരക്ടറിന് ആ സിനിമയിൽ കുറച്ചുകൂടെ സ്ക്രീൻ ടൈം ഉണ്ടായിരുന്നെങ്കിൽ ആ മൂവി മേ ബി എനിക്ക് കുറച്ചുകൂടെ എൻജോയബിൾ ആയിരുന്നതിന്. ബട്ട് എൻ്റെ ആ ഒരു ആഗ്രഹം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയത് മലയാളി ഫ്രം ഇന്ത്യ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ്. ഒരു ഫുൾ ഓൺ നിവിൻ പോളി മൂവിയാണ് മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളിയുടെ പീക്ക് ടൈമിലുണ്ടായിരുന്ന ആ ഒരു പെർഫോമറെ നമുക്ക് ഈ സിനിമയിൽ ത്രൂ ഔട്ട് കാണാൻ പറ്റും. സോ വിത്തൗട്ട് എനി ഡൗട്ട്, നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം, നിവിൻ പോളി ഈസ് ബാക്ക്. ജനഗണമന പോലെ വളരെ സ്ട്രോങ് ആൻഡ് സീരിയസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ത്രില്ലറിന് ശേഷം ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്തിരിക്കുന്ന മൂവിയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഷാരിസ് മുഹമ്മദാണ് ഈ സിനിമയുടെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്. സോ ഉറപ്പായിട്ടും ഇതിലൊരു പൊളിറ്റിക്കൽ എലമെൻറ്റ് ഈ മൂവിയിൽ ഉണ്ടാവുമെന്ന് ഈവൻ ദോ ട്രെയിലറിൽ അങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എവിടെയും തോന്നിയിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും ഒരു പൊളിറ്റിക്കൽ കണ്ടന്റ് ഈ മൂവിയിൽ ഉണ്ടാവുമെന്ന്. ബട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ടും സെൻസിബിൾ ആയിട്ടും മറ്റ് സിനിമാക്കാരും ഇന്നത്തെ എഴുത്തുകാരും ഒക്കെ തൊടാൻ മടിക്കുന്ന പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എലമെൻസിനെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് ഷാരിസ് മുഹമ്മദിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സിനിമയുടെ ട്രെയിലറിലോ ടീസറിലോ പോസ്റ്ററിലോ ഒക്കെ കണ്ടിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയേ അല്ല മലയാളി ഫ്രം ഇന്ത്യ. ഓഫ് കോഴ്സ് ഇതിൽ കോമഡി നല്ല രീതിയിലുണ്ട്, റൊമാൻസ് ഉണ്ട്, ബട്ട് അതിനൊക്കെ അപ്പുറം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സോഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഈ സിനിമയിൽ. ജനഗണമന എന്നുള്ള ഒറ്റ സിനിമ കൊണ്ട് തന്നെ ഷാരിസ് മുഹമ്മദ് എന്നുള്ള റൈറ്ററുടെ ഒരു ബിഗ് ഫാനാണ് ഞാൻ. ഈ സിനിമയിൽ ഷാരിസ് ഒരു രീതിയിലും നിരാശപ്പെടുത്തിയിട്ടില്ല. വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിങ്ങും സ്റ്റോറിയും ഡയലോഗ്സും ഷാരിസ് ചെയ്തിരിക്കുന്നത്. ഷാരിസിൻ്റെ എഴുത്തിന് 100% ജസ്റ്റിസ് ചെയ്യത്തക്കവണ്ണമാണ് ഡിജോ ഈ മൂവി മേക്ക് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ട് തലത്തിലാണ് പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആണ്, ഫുൾ ഓൺ ഫണ്ണാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അധികവും ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ നന്നായിട്ട് തന്നെ സർക്കാസ്റ്റിക്കായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ കറണ്ട് പൊളിറ്റിക്കൽ സിനാരിയോയുടെ ഒരു പ്രോപ്പർ പൊളിറ്റിക്കൽ സട്ടയറാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ഇഷ്യൂ കാരണം നിവിൻ പോളിക്ക് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. സോ ആ ഒരു നാട്ടിൽ പോകുന്നതും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒരു ഇൻഡോ പാക് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ പറഞ്ഞു പോകുന്നത്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ സ്ലോ ആണ്, എന്നാൽ പോലും വളരെയധികം എൻഗേജിങ് ആണ് സെക്കൻഡ് ഹാഫ്. കുറച്ചുകൂടെ ഇമോഷണൽ ആയിട്ടുള്ള കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. എന്നാൽ പോലും വളരെയധികം എൻജോയബിളും വളരെ എൻ്റർടൈനിങ്ങുമായിട്ടാണ് സെക്കൻഡ് ഹാഫ് എടുത്തിരിക്കുന്നത്. വീണ്ടും പെർഫോമൻസസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നിവിൻ പോളി എന്ന് പറയുന്ന പെർഫോമറാണ്. ഈ സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് എലമെൻറ്റും ഒരു ക്രൗഡ് പുള്ളിങ് ഫാക്ടറും ആവാൻ പോകുന്നത് നിവിൻ പോളിയുടെ പെർഫോമൻസ് തന്നെയാണ്. ഒരുപാട് വേരിയേഷൻസും ലേയേഴ്സും ഡെപ്തും ഉള്ളൊരു ക്യാരക്ടറാണ് ഇതിൽ നിവിൻ പോളിയുടെ ആൽപ്പറമ്പിൽ ഗോപി. ആസ് ആൻ ആക്ടർ, ആസ് എ പെർഫോമർ നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടറിനെ ആൾക്കാരിലേക്ക് എത്തിക്കാനും കണക്ട് ചെയ്യാനുമായിട്ട് നിവിൻ പോളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ സീനിലോ ഒരു സെക്കൻഡിൽ പോലും ആ ഒരു ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോകാതെ തുടക്കം മുതൽ അവസാനം വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ എല്ലാ ഇമോഷൻസും നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട് നിവിൻ പോളിയുടെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സിനിമയിലുള്ളത്. സോ നിവിൻ പോളിയുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് റിയലി ഹാപ്പി ദാറ്റ് നിവിൻ പോളി ഈസ് ബാക്ക് വിത്ത് സച്ച് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. നിവിനൊപ്പം തന്നെ ഫസ്റ്റ് ഹാഫിൽ ഈക്വലി ഇമ്പോർട്ടൻസും സ്ക്രീൻ ടൈമും ഉള്ള ഒരു റോളാണ് ധ്യാൻ ശ്രീനിവാസൻ്റെ. ധ്യാൻ ശ്രീനിവാസൻ നന്നായിട്ട് തന്നെ ആ ഒരു റോൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അനശ്വര രാജൻ ഈ സിനിമയിൽ കാര്യമായിട്ടുള്ള റോളൊന്നുമില്ല. നമ്മൾ ട്രെയിലറിലും പാട്ടിനും ഒന്നും കണ്ടതിന് അപ്പുറമായിട്ടുള്ള കാര്യമായ സ്ക്രീൻ ടൈം അനശ്വരയ്ക്കില്ല. ബട്ട് എത്രത്തോളം സ്പേസ് തനിക്ക് ഈ സിനിമയിലുണ്ട് അത് നന്നായിട്ട് തന്നെ അനശ്വര യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള ഡിജോ ഇതിലൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ഒരു PSC കോച്ചിങ് സെൻറ്ററിലെ ഒരു ട്യൂട്ടറായിട്ടുള്ള ഒരു റോളാണ്. നല്ല രസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു അത്. അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമിയോ ആണെങ്കിലും ഒരുപാട് നാളുകൾക്ക് ശേഷം ഷൈൻ ടോം ചാക്കോയുടെ തരക്കേടില്ലാന്ന് തോന്നി, ചെറുതാണെങ്കിലും തരക്കേടില്ലാന്ന് തോന്നിയ ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ ഡയലോഗ്സൊക്കെ എസ്പെഷ്യലി നിർത്തി പറയുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കേൾക്കാനും പറ്റുന്നുണ്ടായിരുന്നു. ഫീമെയിൽ ക്യാരക്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഇതിൽ കൂടുതൽ സ്ക്രീൻ ടൈമും സ്പേസും ഇമ്പോർട്ടൻസും ഉള്ളത് ഇതിൽ മഞ്ജു പിള്ളയ്ക്കാണ്. നിവിൻ പോളിയുടെ അമ്മയുടെ ആ ഒരു ക്യാരക്ടറിനാണ്. മഞ്ജു പിള്ള നമുക്ക് കുറച്ച് നാളായിട്ട് അറിയാം. മഞ്ജു പിള്ള ഏത് സിനിമയിൽ വന്നാലും ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് തന്നെ ചെയ്യും. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് മഞ്ജു പിള്ള. സോ മഞ്ജു പിള്ളയെ നല്ല രീതിയിൽ തന്നെ ഈ മൂവിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മഞ്ജു പിള്ള ആ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കൂടുതലും കേരളത്തിലെ പൊളിറ്റിക്കൽ സിനാരിയോ ആണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ബ്രോഡായിട്ട്
ഒരു ഇന്ത്യ ലെവലിലുള്ള ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ടോപ്പിക്കാണ് അത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ അതിലൊരു പാകിസ്ഥാനിയുടെ ഒരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടർ ചെയ്ത പുള്ളി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ്. ജെയ്ക്സ് ബിജോയാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മാജിക് ഫ്രെയിംസിൻ്റെ മിക്ക സിനിമകളിലും ജെയ്ക്സ് ബിജോയ് തന്നെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ സോങ്സ് ആണെങ്കിലും സ്കോർ ആണെങ്കിലും ജെയ്ക്സ് ബിജോയുടെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക് എന്ന് പറയാം. നല്ല പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. അതുപോലെ തന്നെ തുടക്കം മുതൽ അവസാനം വരെയുള്ള സ്കോറിങ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് ജെയ്ക്സ് ബിജോയ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ സിനിമയിൽ ഒരുപാട് മറ്റ് സിനിമകളുടെ റെഫറൻസസ് ഒക്കെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിലൊരു പാട്ടുണ്ട്, ഇപ്പോൾ അനശ്വര രാജനും നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസനൊക്കെ കൂടെ ഉള്ളൊരു പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ആ ഒരു പാട്ടെന്ന് പറയുന്നത് പഴയ ലാലേട്ടൻ്റെ വന്ദനം എന്ന് പറയുന്ന സിനിമയിലെ കവിളിണയിൽ കുങ്കുമം എന്ന് പറയുന്ന ആ ഒരു പാട്ടിൻ്റെ ഒരു വളരെ ക്ലോസ് റിസംബ്ലൻസ് ഉള്ളൊരു പാട്ടാണ്. അതുപോലെ തന്നെ ഇത് ബാഹുബലി മൂവിയിലെ ഒരു ഡയലോഗിൻ്റെയൊക്കെ ഒരു റെഫറൻസ് ഇതിൽ വരുന്നുണ്ട്. ആ ഒരു ടൈമിലെ സ്കോറിംഗ് എന്ന് പറയുന്ന ആ ഒരു ബാഹുബലിയുടെ സ്കോറിങ്ങുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു സ്കോറിംഗ് ആണ്. സോ അങ്ങനെയൊക്കെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ സ്കോറിംഗ് ജെയ്ക്സ് ബിജോയ് ചെയ്തിരിക്കുന്നത്. ടെക്നിക്കലി വളരെ സൗണ്ടായിട്ടുള്ളൊരു മൂവിയാണ് മലയാളി ഫ്രം ഇന്ത്യ. അതിപ്പോൾ സുദീപ് എലമൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അല്ല ശ്രീജിത്ത് സാരംഗിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്തിരിക്കുന്നത്. ലിസ്റ്റൻ സ്റ്റീഫനാണ് ഈ മൂവിയുടെ പ്രൊഡ്യൂസർ. സോ ലിസ്റ്റൻ ഈ അടുത്തിടെ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ മൂവിയുടെ ബഡ്ജറ്റ് ആക്ച്വലി എന്തായിരുന്നു, അതിൻ്റെ ഇരട്ടിയിലധികം ഓൾറെഡി ഈ മൂവിയുടെ കോസ്റ്റ് ആയിട്ടുണ്ടെന്ന്. അത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇതൊരു ചെറിയ ബഡ്ജറ്റിൽ നിൽക്കുന്ന സിനിമയല്ല. അത് ഇതിൻ്റെ ലൊക്കേഷൻസ് ആണെങ്കിലും ആർട്ടാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ചിലവാക്കി നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഫൺ പാർട്ട് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ നമ്മളുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ മറന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സിനിമ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ സൊസൈറ്റിയിലോട്ട് ഒരുപാട് ഇഷ്യൂസ്, അത് പൊളിറ്റിക്കൽ ആണെങ്കിലും റിലീജിയസ് ആണെങ്കിലും അതല്ല പെൺകുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും കൊച്ചു കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവും എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്ത കാര്യവും അത് തന്നെയാണ്. സോ കുഡോസ് ടു ദ എൻറ്റയർ ടീം ഓഫ് മലയാളി ഫ്രം ഇന്ത്യ. ഇതൊക്കെ ആണെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് ഉൾക്കൊണ്ട് നാളെ ഒരു ദിവസം കൊണ്ട് ഈ നാട്ടുകാരൊന്നും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഇതേപോലുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ സൊസൈറ്റിക്ക് വളരെ 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 ആവശ്യമാണ്. നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടമാണിത്. കാരണം എന്ന് വെച്ചാൽ 2024 ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ നോക്കിയാൽ ഒരു ജോൺറയിലല്ല പല ജോൺറയിലും വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ജോൺറകളിൽ ഇറങ്ങുന്ന സിനിമകളെല്ലാം വളരെയധികം പോപ്പുലർ ആവുകയും കളക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ സിനിമകളൊക്കെ ഒരു പാൻ ഇന്ത്യ രീതിയിൽ മറ്റ് നാടുകളിലും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ പൊളിറ്റിക്കൽ സട്ടയർ എന്ന് പറയുന്ന ജോൺറയിൽ ഈ വർഷത്തെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് ആയിരിക്കും മലയാളി ഫ്രം ഇന്ത്യ. സോ ഉറപ്പായിട്ട് നിങ്ങൾ ഈ മൂവി തിയേറ്ററിൽ പോയി കാണുക. ഇന്നത്തെ യങ്സ്റ്റേഴ്സും വലിയ ആൾക്കാരും ഒരു ഏജ് ബാരിയറും ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ. സോ ഉറപ്പായിട്ട് നിങ്ങൾ ഈ മൂവി തിയേറ്ററിൽ പോയി കാണുക. ഈ സിനിമ കണ്ടിട്ട് എന്താണ് മലയാളി ഫ്രം ഇന്ത്യയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കോമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു ദി ചാനൽ.